വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചനവുമായിട്ട് ദൈവജനത്തോട് ഒരുമിച്ചായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത വിലയേറിയ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മെല്ലാവരും ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവരാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനമായി നമുക്ക് ആവശ്യമായിരിക്കുന്ന വിവിധ കാര്യങ്ങളുണ്ട്. അതൊക്കെയും ദൈവത്തോട് അറിയിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുകയും ചെയ്യുന്നു. അതിൽ നമുക്ക് ദൈവത്തോട് നന്ദിയുണ്ട്. എന്നാൽ പലപ്പോഴും ദൈവം ന്യായവിധിയുടെ ദൈവമാണ് എന്നുള്ള കാര്യം പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. പലപ്പോഴും നാം ഈ ലോകം വിട്ടു പോകുന്നതിന് മുൻപുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ നമുക്ക് എങ്ങനെ സേവിക്കാം, ദൈവത്തെ സേവിച്ചാൽ എനിക്കെന്ത് ലാഭം, ഈ ലോകത്തിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിലൊക്കെ ആയിപ്പോകുന്നില്ലയോ എന്ന് ചിന്തിച്ചു പോകുന്നു. എന്നാൽ ഇവിടെ വായിച്ച വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അതിനുശേഷം അതിനപ്പുറത്തൊരു ന്യായവിധി ഉണ്ട് എന്നുള്ള കാര്യത്തെപ്പറ്റി പലപ്പോഴും ഉള്ള ആ ബോധം നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു. 2 പത്രോസ് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ അതിങ്ങനെ വായിക്കുന്നു: അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിൻ്റെ വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. നമുക്കറിയാം, നോഹയുടെ കാലഘട്ടത്തിൽ അനുസരണക്കേട് നിമിത്തം ദൈവം ജലപ്രളയത്താൽ ശിക്ഷ വിധിക്കുന്നു എന്നുള്ള കാര്യം നോഹയോട് ദൈവം അറിയിച്ചപ്പോൾ നോഹയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടുവാനോ ആ പെട്ടകത്തിനുള്ളിൽ കയറുവാനോ ആരും താല്പര്യം കാണിച്ചില്ല. അവർ തിന്നും കുടിച്ചും ആനന്ദിച്ചും വിവാഹത്തിന് കൊടുത്തും വാങ്ങിയും പോയി എന്ന് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ജലപ്രളയം വന്ന് അവരെ നീക്കിക്കളയുവോളം അവരറിഞ്ഞില്ല. അതേ വചനത്താൽ ഈ ലോകം തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവജനം പോലും മറന്നുപോകും. യേശു വീണ്ടും വരുമെന്നുള്ള കാര്യത്തെപ്പറ്റി വ്യക്തമായി വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഈ ലോകം തീക്കായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അത് വിശ്വാസികൾ അത്ര വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ലോകത്തോടുള്ള ആഗ്രഹവും ലോകത്തോടുള്ള മോഹവും ജനത്തെ ഭരിക്കുന്നത്. എന്നാൽ അവരെ നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയം നീക്കിക്കളയുന്നത് വരെ അവരറിഞ്ഞില്ല. അതുപോലെ ഇനി വരാൻ പോകുന്ന ഒരു തീയുണ്ട്. അന്ന് വെള്ളമാണ് വേർപെടുത്തിയതെങ്കിൽ ഇനി വരാൻ പോകുന്നത് തീ വേർപെടുത്തും എന്നാണ് വചനത്തിൽ കാണുന്നത്. ഇവിടെ പറയുന്നത് ന്യായവിധിയുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നത്: ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് വെളിപ്പാട് താൻ കാണുമ്പോൾ കാഴ്ചയാണ് അവിടെ ആ വാക്യത്തിൽ കാണുന്നത്. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. പലപ്പോഴും ആ സിംഹാസനത്തിൽ ന്യായം വിധിക്കുന്നത് പിതാവായ ദൈവമാണ് എന്ന് പലപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു അവിടെയും എന്നെ എന്തു ചെയ്യും? അവിടെ നിന്ന് എന്നെ രക്ഷിച്ച് നിത്യതയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള വിശ്വാസം പലരിലുമുണ്ട്. എന്നാൽ അവിടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ വരുമ്പോൾ പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്നാണ് അവിടെ
മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. യേശു ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്ത് പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്കും നിങ്ങൾക്കും വേണ്ടി. എന്നാൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയുടെ അവസ്ഥയും ഒരു മനുഷ്യന് വരുമ്പോൾ, നാം സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ സിംഹാസനത്തിൽ എന്നെ ഇന്ന് ഇവിടെ രക്ഷിച്ചു കൊണ്ടിരുന്ന അതേ ദൈവം തന്നെയാണ് എന്നെ ന്യായം വിധിക്കുവാനും ആയിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും വിചാരിക്കും, ന്യായവിധി എന്നുള്ളത് അത് ജാതികൾക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ, അത് എന്നെ ബാധിക്കുന്നത് അല്ലല്ലോ എന്നുള്ള ഒരു ധൈര്യത്തിൽ പലപ്പോഴും ഞാൻ നിങ്ങളും ജീവിക്കുവാൻ സാധ്യതയുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തികൾ ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. യേശു വെളിച്ചമായി ഈ ലോകത്തിൽ വന്നിട്ട് ആ വെളിച്ചമായ യേശുവിനെ അറിയുകയോ ആ വെളിച്ചത്തിലേക്ക് നടക്കുവാൻ ജീവിതം മുന്നിലേക്ക് സമർപ്പിക്കുകയോ ചെയ്യാതെ എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തികൾ പലപ്പോഴും ഇരുളിൻ്റേതായി മാറുവാൻ സാധ്യത ഉണ്ട്. ആ സാധ്യത ഞാൻ വിളിച്ചു വരുത്തുന്ന ഒരു ന്യായവിധിയാണ്. 3-ാം അധ്യായം 16-ാം വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ട് അറിയാവുന്നതാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്നാൽ 19-ാം വാക്യം വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തികൾ ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് എല്ലാവർക്കും ന്യായവിധിയുടെ ഉറപ്പ് അതിലൂടെ നൽകപ്പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് തെറ്റി ഒഴിയുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നിട്ട് എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തി യേശുവിൻ്റെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുന്നതാണോ, നിത്യതയിലേക്ക് എന്നെ അടുപ്പിക്കുന്നതാണോ, ന്യായവിധിയിൽ നിന്നും എന്നെ രക്ഷിക്കുന്നതാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യന് വേണ്ടിയിട്ട് ദൈവം നരകം സൃഷ്ടിച്ചിട്ടില്ല. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 41-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ മനുഷ്യന് വേണ്ടി ദൈവം ഒരു നരകം ഒരുക്കിയിട്ടില്ല. പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നരകത്തിലേക്ക്, സ്വർഗത്തിലേക്ക് പോകുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും എത്തിച്ചേരേണ്ട അവസ്ഥയിലേക്ക് പിശാച് മനുഷ്യനെ നയിക്കുന്നു. ഈ ന്യായവിധിയിൽ നാം അകപ്പെടാതിരിക്കേണ്ടതിന് ചില വചനങ്ങൾ നമുക്ക് ചിന്തിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. പലപ്പോഴും വളരെ ലാഘവത്തോടുകൂടി എടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ശിക്ഷാവിധിക്ക് കാരണമായി തീരുന്നത് എന്ന് നാം അറിയുന്നില്ല. ലിസ്റ്റിലുള്ള പാപങ്ങൾ ചെയ്യുന്നില്ലല്ലോ, വളരെ നല്ല ക്രിസ്ത്യാനിയായിട്ട് ഞാൻ ജീവിക്കുന്നു എന്നുള്ള ധാരണയിൽ ഇരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ വിധിക്കുന്ന കാര്യത്തിൽ ഞാൻ ചിലപ്പോൾ ഒന്നാമനായിരിക്കും. ഈ കാര്യം പലപ്പോഴും ഞാൻ നിങ്ങളും അറിയാതെ മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവത്തിന് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. കർത്താവ് അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളെയും വിധിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 57-ാമത്തെ വാക്യത്തിൽ, ന്യായമായത് എന്തെന്ന് നിങ്ങൾ സ്വയമായി വിധിക്കാത്തതെന്ത്? വിധിക്കാനായിട്ട് സാധിക്കും, ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ഞാൻ എന്നെ തന്നെ വിധിക്കുകയാണ്. ന്യായമായ കാര്യം എന്താണെന്നുള്ള കാര്യത്തെപ്പറ്റി ഞാൻ ഗ്രഹിക്കുകയും അതിലൂടെ ഞാൻ എന്നെ തന്നെ വിധിക്കുകയും ചെയ്താൽ ഈ ലോകത്തോടു കൂടിയുള്ള ശിക്ഷാവിധിയിൽ ഞാൻ അകപ്പെടാതെ ദൈവം എന്നെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്.
പലപ്പോഴും ന്യായമായതെന്ത് എന്ന് ഞാൻ സ്വയമായി വിധിക്കാതെ ഞാൻ ചെയ്യുന്ന കാര്യമെല്ലാം ശരിയും മറ്റുള്ളവർ അവരെ നോക്കി വിധിക്കുകയും ചെയ്യുന്ന സ്വഭാവം വിശ്വാസികളുടെ ജീവിതത്തിൽ പലപ്പോഴും കാണുവാൻ ഇടയാകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, കാഴ്ചപ്രകാരം വിധിക്കരുത്. എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഉടനെ വിധിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായി വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാണുന്ന കാര്യത്തെ അപ്പോൾ തന്നെ നാം ഒരു വിധി എഴുതി വയ്ക്കുന്നു. ആ വിധി എൻ്റെ ജീവിതത്തെ ന്യായം വിധിക്കുന്നതിന് കാരണമായി തീരും എന്നാണ് ആ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാഴ്ചപ്രകാരം നാം വിധിക്കരുത്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 5-ാം അധ്യായം 9-ാം വാക്യത്തിൽ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് ഒരുവന് നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. വ്യത്യസ്തമായ രീതിയിൽ ദൈവം ഓരോ മനുഷ്യരെ ദൈവമാക്കിയിരിക്കണം. അത് കണ്ടിട്ട് ദൈവമേ എനിക്ക് അതുപോലെ ജീവിക്കുവാൻ സാധിക്കുന്നില്ലല്ലോ, എനിക്ക് ഇന്നയാൾ ശുശ്രൂഷ ചെയ്യുന്നത് പോലെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ, ഇന്ന ആളിനെ ദൈവം വച്ചിരിക്കുന്നത് പോലെ എന്നെ വച്ചിരിക്കുന്നില്ലല്ലോ എന്ന് ഹൃദയം കൊണ്ട് ഞരങ്ങിപ്പോകരുത്. അപ്രകാരം ഞരക്കമുണ്ടായാൽ പോലും ശിക്ഷാവിധിയുടെ മുൻപിൽ ഞാൻ നിൽക്കേണ്ടി വരുമെന്നാണ് ആ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ആശ്വാസത്തിനായിട്ട് പറഞ്ഞിരിക്കുന്നത്, പ്രവാചകന്മാർ യേശുക്രിസ്തു നിമിത്തം ഉള്ള കഷ്ടങ്ങൾ അവർ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർത്തുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കണം, വിധിക്കരുത്. റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. മറ്റുള്ളവരെ വിധിക്കുന്നതിൽ യഥാർത്ഥത്തിൽ ഞാൻ വിധിക്കുന്നത് എന്നെ തന്നെയാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 4:12 വായിക്കുന്നു, കൂട്ടുകാരനെ വിധിക്കുവാൻ നീ ആർ? അതിനുള്ള അധികാരം നിനക്ക് തന്നിട്ടുണ്ടോ എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. കൂട്ടുകാരനെ വിധിക്കുന്നതിൽ പലപ്പോഴും വീഴാനുള്ള സാധ്യത വളരെയാണ്. അവിടെ വീഴുമ്പോഴെല്ലാം ഓർക്കണം, എന്നെ ശിക്ഷാവിധിക്ക് വേണ്ടിയിട്ട് എന്നിൽ പരീക്ഷിക്കുന്നത് പിശാചാണ്. കാരണം ഈ ലോകത്തിൽ ശിക്ഷാവിധിക്ക് വേണ്ടി വിധിക്കപ്പെട്ട ഒരാളുണ്ട്. ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് വചനം പറയുന്നു, ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് വചനം പറയുന്നു. ഒരു കുറ്റവാളിയെ പിടിച്ച് ശിക്ഷ വിധിച്ചു, സെൻട്രൽ ജയിലിലേക്കുള്ള ശിക്ഷയാണ്. എന്നാൽ അതിനു മുൻപേ ചില നടപടിക്രമങ്ങൾ നടക്കുമ്പോഴൊക്കെയും ആ മനുഷ്യൻ സബ് ജയിലിൽ കഴിയേണ്ടി വരും. അതുപോലെ നിത്യമായ നരകത്തിലേക്ക് ശിക്ഷ വിധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് പിശാച്. പക്ഷേ ആ പിശാചിൻ്റെ സബ് ജയിലാണ് ഇന്ന് ഭൂമി. നിത്യമായ നരകത്തിലേക്ക് പോകുന്നതിന് മുൻപേ ഒരു അല്പകാലം ആയിരിക്കുന്ന സ്ഥലമാണ് ഭൂമി. അപ്പോൾ എന്നെയും നിങ്ങളെയും അവൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തിലേക്ക്, ആ ന്യായവിധിയിലേക്ക് കൊണ്ടുപോകേണ്ടതിന് ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുമ്പോൾ അവൻ്റെ വിധി എൻ്റെ ജീവിതത്തിലേക്ക് നുഴച്ച് കയറ്റി ഞാൻ മറ്റുള്ളവരെ വിധിക്കുന്നതിലൂടെ ഈ ലോകത്തിൻ്റെ പ്രഭുവിനൊരുക്കിയിരിക്കുന്ന നിത്യശിക്ഷാവിധിയിലേക്ക് എന്നെയും കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. റോമർക്കെഴുതിയ സുവിശേഷം 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാൾ. യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കും. ആ സമയത്തിൽ എനിക്ക് നിങ്ങൾക്കും എങ്ങനെ ദൈവത്തിൻ്റെ മുൻപിൽ ആയിരിക്കുവാൻ കഴിയും? 1 കൊരിന്ത്യർ 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുൻപ് ഒന്നും വിധിക്കരുത്. നാം എപ്പോഴും നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിക്കേണ്ടുന്ന ഒരു വാക്യമാണ്, സമയത്തിന് മുൻപ് ഒന്നും വിധിക്കരുത്. ആരെയും അവൻ ഇരുളിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ച ഉണ്ടാകും. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 15-ാം വാക്യത്തിൽ, ദാനിയേൽ എന്ന ഞാനോ എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സ് വ്യസനിച്ചു, എനിക്കുണ്ടായ ദർശനങ്ങളാൽ ഞാൻ പരവശനായി. ഇപ്രകാരം ദൈവവചനത്തിലൂടെ ഇപ്പോൾ നാം നിരവധി വാക്യങ്ങൾ വായിച്ചു കേട്ടു. ഇവിടെ ദാനിയേൽ ഒരു ദർശനം കണ്ടപ്പോൾ തന്നെ ആ പ്രവാചകൻ പരവശനായിപ്പോയി.
ആ ദർശനത്തിൽ വായിച്ച് കേൾക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നമ്മുടെ ഉള്ളിലൊരു നടുക്കമുണ്ടോ, ഒരു പരവശം ഉണ്ടോ? ദൈവസന്നിധിയിലേക്ക് കർത്താവെ മറ്റുള്ളവരെ വിധിക്കുവാൻ അനുവദിക്കാതെ വണ്ണം എല്ലാവരെയും ശ്രേഷ്ഠരായി കാണുവാനുള്ള ആ ഒരു താഴ്മ എൻ്റെ ജീവിതത്തിൽ നീ എനിക്ക് തരണമെന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ഈ വാക്യത്തിൽ പലപ്പോഴും നാം ചിന്തിക്കുന്നത് ദൈവം തിരഞ്ഞെടുത്തത് എന്നെയാണ്, അതുകൊണ്ട് എന്നെ ആർ കുറ്റം വിധിക്കുമെന്നുള്ളതാണ്. ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ള കാര്യം ശരി തന്നെയാണ്. എന്നാൽ ഈ വാക്യം തിരിച്ച് നമുക്ക് ചിന്തിച്ചുകൂടെ? ദൈവം തിരഞ്ഞെടുത്ത മറ്റൊരുവനെ കുറ്റം വിധിക്കുവാൻ തക്കവണ്ണം ഞാൻ ആര്? അവനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവനെ കുറ്റം വിധിക്കുവാൻ ദൈവം എനിക്ക് യാതൊരു അവകാശവും തന്നിട്ടില്ല. നീതീകരിക്കുന്നവൻ ദൈവമാണ്. ആ മനുഷ്യനെ നീതീകരിക്കുന്ന ദൈവമത്രേ. അവനെ ശിക്ഷ വിധിക്കുവാൻ ആർക്ക് കഴിയും? 1 യോഹന്നാൻ 2:28 പറയുന്നത്, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധി ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. കർത്താവിൻ്റെ വരവിൽ നാം ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകണമെങ്കിൽ നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന ഈ സമയത്തിൽ നാം വസിക്കേണ്ടുന്ന ഒരിടമുണ്ട്. അത് യേശു അത്രേ. യേശുവിൽ നാം വസിക്കുമെങ്കിൽ നാം മറ്റുള്ളവരെ വിധിക്കുകയല്ല, നാം അവരെ ചേർക്കുകയാണ് ചെയ്യുന്നത്. വിധിക്കപ്പെട്ടിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ പ്രഭുവത്രേ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതിയതായി തീർന്നിരിക്കുന്നു. ഇന്നൊരു പുതിയ സമർപ്പണം നമുക്ക് എടുക്കുവാൻ കഴിയുമോ? കർത്താവ്, ഇന്ന് മുതൽ ഒരു പുതിയ സൃഷ്ടിയായി കർത്താവെ ഈ വചനത്തിൻ്റെ മുൻപിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, എന്നെ വിധേയപ്പെടുത്തുന്നു. കർത്താവെ, മറ്റുള്ളവരെ വിധിക്കുവാൻ എന്നെ അനുവദിക്കാതെ വേണം. ദൈവത്തിൻ്റെ കൃപയിലിരിക്കുവാൻ നീ എനിക്ക് കൃപ തരണം എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? അപ്പോസ്തലനായ പൗലോസ് നമുക്ക് വളരെ വലിയൊരു മാതൃക കാണിച്ചു തന്ന ഒരു അപ്പോസ്തലനാണ്. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാൽ ആകുന്നു. തൻ്റെ ജീവിതത്തിൽ ആ എളിമ നാം പഠിക്കേണ്ടുന്ന ഒരു പാഠമാണ്. അപ്പോസ്തലന്മാർ നിരവധി പേരുണ്ട്. എന്നാൽ ഈ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിലെല്ലാം ഞാൻ നിൽക്കുമ്പോൾ ഈ നിൽക്കുന്നവരിൽ ഏറ്റവും ചെറിയവനാണ് എന്നുള്ള ബോധം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ തനിക്ക് ഓടുവാൻ കഴിഞ്ഞു. എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവിടെ പറയുന്നത്, സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ ഞാൻ. അപ്പോസ്തലൻ ചെയ്യുന്നത് ജനത്തെ കൂട്ടിവരുത്തി ദൈവസന്നിധിയിൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആരാധിക്കേണ്ടതിന് സഭ പണിയുന്ന ശുശ്രൂഷയാണ് ചെയ്യുന്നത്. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ചെറിയവനാണ്. എന്നാൽ കൂട്ടായ്മയ്ക്കുള്ളിൽ വന്നപ്പോഴോ അവിടെയും വിശുദ്ധന്മാരുടെ ഇടയിലും ഞാൻ ഏറ്റവും ചെറിയവനാണെന്നുള്ള മനോഭാവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് വിശുദ്ധിയുടെ ഏറ്റവും വലിയ വെളിപ്പാടുകൾ തനിക്ക് സഭയ്ക്ക് കാഴ്ചവെക്കുവാനായിട്ട് സാധിച്ചു. അടുത്ത തലത്തിൽ വരുമ്പോൾ 1 തീമോഥെയോസ് 1:15 വായിക്കുന്നത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമനത്രേ. അതുകൊണ്ട് മറ്റുള്ളവരെ കരുതുവാൻ തക്കവണ്ണം, അവരെ നേടുവാൻ തക്കവണ്ണം, അവരെ വിധിക്കുവാനല്ല, പാപികളായിട്ടുള്ളവരൊക്കെയും നേടുവാൻ തക്കവണ്ണമുള്ളൊരു വലിയ ദാഹം തൻ്റെ ജീവിതത്തിലുണ്ടായി. അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയവനെന്നുള്ള കാഴ്ചപ്പാട് തനിക്കുണ്ടായി. വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയവനെന്നുള്ള കാഴ്ചപ്പാട്, പാപികളുടെ കൂട്ടത്തിൽ ഞാൻ ഒന്നാമനാണെന്നുള്ള കാഴ്ചപ്പാടിൽ തൻ്റെ ജീവിതത്തെ ഏറ്റവും താഴ്ത്തി സമർപ്പിക്കുവാനും ആരെയും വിധിക്കുവാൻ തൻ്റെ ജീവിതം ഉപയോഗിക്കാതെ ഏറ്റവും കൂടുതൽ യേശുവിന് വേണ്ടി ഓടുവാനായിട്ട് സാധിച്ചു. അപ്രകാരം നമ്മുടെ ജീവിതവും ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് താഴ്ത്തുവാൻ കഴിഞ്ഞുവെങ്കിൽ ഈ ദിവസങ്ങളിൽ അനേകരെ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ തക്കവണ്ണം ദൈവം എൻ്റെയും നിങ്ങളെയും ജീവിതത്തെ ഉപയോഗിക്കും. അതിനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുവാൻ കഴിയുമോ? നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണടയ്ക്കുമെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
സ്നേഹവാനായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇന്നും ഞങ്ങൾ കേട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, നീ ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചതിനായിട്ട് നന്ദി. കേട്ട വചനപ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമായിരിക്കാലും സ്തോത്രം. നീ ഞങ്ങളെ കരുതുന്ന ദൈവമായിരിക്കാലും സ്തോത്രം. ഞങ്ങളെക്കുറിച്ച് നിനക്ക് പദ്ധതികളുള്ളതിനായിട്ട് നന്ദി പറയുന്ന കർത്താവേ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും രോഗികളായി കഷ്ടപ്പെടുന്നുവെങ്കിൽ ദൈവമേ, ഈ സമയം അവിടുത്തെ കരം വെച്ചവരെ തൊട്ട് നീ അവരെ സൗഖ്യമാക്കണമേ. നിരാശയോട് വേദനയോട് ആരെങ്കിലും കഷ്ടപ്പെടുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെല്ലാം വിഷയങ്ങൾ കർത്താവെ അങ്ങയുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കുന്നുവോ, ഈ നാളുകളിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുന്ന ആളിലാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് വളരെ അടുക്കുവാൻ, ദൈവത്തെ അടുത്തറിയുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവരോരോരുത്തർക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ കർത്താവേ, ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സമൃദ്ധിയായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച ഇതേ സമയം കാണാം. പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു
എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നു കേട്ട വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ദയവായി ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: ലൈഫ് ഫെലോഷിപ്പ്, ഹൗസ് ഓഫ് പ്രെയർ, തിലക് നഗർ, പാറോട്ടുകോണം, തിരുവനന്തപുരം 695015. വീണ്ടും പറയട്ടെ: ലൈഫ് ഫെലോഷിപ്പ്, ഹൗസ് ഓഫ് പ്രെയർ, തിലക് നഗർ, പാറോട്ടുകോണം, തിരുവനന്തപുരം 695015. എല്ലാ ഞായറാഴ്ചകളിലും തിരുവനന്തപുരത്ത് 4:05 പാറോട്ടുകോണത്ത് തിലക് നഗറിലുള്ള ഹൗസ് ഓഫ് പ്രെയറിൽ വെച്ച് ഞങ്ങളുടെ ആരാധനാ യോഗങ്ങൾ നടക്കുന്നു. രാവിലെ 7:30 മണിക്ക് ഇംഗ്ലീഷ് ആരാധന, 8 മണിക്ക് തമിഴ് ആരാധന, 10:30 മണിക്ക് മലയാളം ആരാധന, 1:30 മണിക്ക് ഹിന്ദി ആരാധന എന്നിവ വിവിധ ഹാളുകളിലായി നടക്കുന്നു. കൂടാതെ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ജൂനിയർ ചർച്ച്, സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന കെയർ സെല്ലുകൾ, ബൈബിൾ സ്റ്റഡി, ഇമെയിൽ മെസ്സേജുകൾ, സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള പരിശീലനങ്ങൾ എന്നിവ നടക്കുന്നു. താൽപ്പര്യമുള്ളവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം നമുക്ക് കാണാം. അതുവരെ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.